വെൽക്കം ടു ആദീസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ചുമ്മാ വെട്ടിയിട്ട വാഴ പോലെ നിൽക്കുന്നു, ഒന്നും മിണ്ടാതെ. മിണ്ടങ്ങോട്ട്. നമ്മൾ സർക്കസ് കാണാൻ പോവാണ്. വി ആർ ഗോയിങ് ഫോർ സർക്കസ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ജെമിനി സർക്കസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ്. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്ന് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുവാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് റെഡി ആവണം, പോകണം. നമുക്ക് റെഡി ആയാലോ? നമ്മുടെ മാത്രം ഒരു ഡേറ്റ് ആണ്, അപ്പോൾ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞില്ലാതെ സർക്കസ് കാണാൻ പോവാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് ദുഷ്ടയായ അച്ഛനും അമ്മയെന്നും. അങ്ങനെ ഒരു ടൈമും കൂടെ വേണം അല്ലേ? അതാ. റെഡിയായോ? ഇല്ല, റെഡി ആയില്ല. ഞാൻ ഡ്രസ്സ് മാറി. കൊള്ളാമോ? കൊള്ളാം. എൻ്റെ ട്രാക്സ് ഇട്ട് ഞാൻ സർക്കസുകാരെ പോലെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ റെഡി ആയിട്ടില്ല. ഞാൻ എന്തായാലും റെഡി ആവുന്നതിന് മുമ്പ് നിങ്ങളുമായിട്ട് എൻ്റെ ഒരു സ്കിന്നിൻ്റെ സീക്രട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമല്ല, ഞാൻ എവിടെ പോകണമെങ്കിലും നമ്മളെല്ലാവരും റെഡി ആവുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുന്ന എന്താണ്, ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് നമ്മളെല്ലാവരും അപ്ലൈ ചെയ്യും അല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. വേറെ ഒന്നുമല്ല, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെർമാ വൈവിൻ്റെ ക്ലെൻസർ. ഇതൊരു സോപ്പ് ഫ്രീ pH ബാലൻസ് ക്ലെൻസർ ആണ് കേട്ടോ. ഇത് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീലും സോഡിയവുമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും. ആൻഡ് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ലൈക്ക് ഐ ബീൻ യൂസിങ് ദിസ് ഫോർ ഒരു 2 years. നിങ്ങൾക്ക് എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണുമ്പോൾ അറിയായിരിക്കും, ഞാൻ ഇതിന് മുൻപും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്ലെൻസറാണ്. ഞാൻ പറഞ്ഞില്ല, നല്ലൊരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് ഇത് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇത് സോപ്പ് ഫ്രീ ആണ്, pH ബാലൻസ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. സോപ്പ് ഫ്രീ ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്. ഡയറക്റ്റ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനങ്ങനെ നമ്മുടെ ഡെർമാ വൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നു. ആൻഡ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസ് ചെയ്യാണ്. ആൻഡ് ഫോർ മോയ്സ്ചറൈസിങ് മൈ സ്കിൻ ഐ യൂസ് നമ്മുടെ ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, ഞാൻ ഹൈലി റെക്കമെൻഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഭയങ്കര നല്ലതായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വൈറ്റമിൻ ഇ, ഫോസ്ഫേറ്റ് നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് ഇത് ആക്ട് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ആക്നേസ് വരാനുള്ളതും റെഡ്നെസ്സും ഒക്കെ ഇത് റെഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഓൾസോ ആക്ട് ആസ് ആൻ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റും ഹൈഡ്രേറ്റഡും ആയിട്ട് ഒരുപാട് മണിക്കൂർ ഇരിക്കും. സോ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മോയ്സ്ചറൈസിങ് അവർ സ്കിൻ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. സോ ഈ ഒരു ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസർ ലൈക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഭയങ്കര ഒരു സ്കിന്നിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് നമ്മുടെ ന്യൂട്രിഡെർമിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഐ സിംപ്ലി ലവ് ദിസ് മോയ്സ്ചറൈസർ. സോ ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ബാരിയർ റിപ്പയർ. ഓക്കെ, സോ ഇറ്റ്സ് ഡൺ. എൻ്റെ സിമ്പിൾ മേക്കപ്പ് നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പുള്ള ഒരു സിമ്പിൾ സ്കിൻ കെയർ റുട്ടീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സോ നമ്മളുടെ ന്യൂട്രിഡെർമിൻ്റെയും ഡെർമാ വൈവിൻ്റെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ന്യൂട്രിഡെർം ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആൻഡ് ഓൾസോ ദ പ്രോഡക്ട്സ് ആർ അവൈലബിൾ ഓൺ ആമസോൺ, നൈക്ക ആൻഡ് ഐബെറിയ സ്കിൻ ബ്രാൻഡ്സ് കേട്ടോ. ആൻഡ് ഓൾസോ നല്ലൊരു ഡിസ്കൗണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് ആമസോണിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. 2 പ്രോഡക്ട്സ് മേടിച്ചു കഴിഞ്ഞാൽ 5% ഡിസ്കൗണ്ട് കിട്ടും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ചെക്ക് മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഫോർ ദ ഡീറ്റെയിൽസ് കേട്ടോ. ബോക്സിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. സോ ഞാൻ റെഡിയായി. ഇനി ഞാൻ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ ഭർത്താവ് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. പോവാം നമുക്ക്. അപ്പോൾ വി ആർ ഗോയിങ് ഫോർ സർക്കസ്. ഇനി നമുക്ക് ബാക്കി വിശേഷം അവിടെ പോയിട്ട് ജെമിനി സർക്കസിൽ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് കാണാം. ഓക്കെ, കം. സോ നമ്മുടെ ട്രിവാൻഡ്രത്ത് പുത്തിരിക്കണ്ട മൈതാനത്താണ് ഈ ജെമിനി സർക്കസ് നടക്കുന്നത് കേട്ടോ. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സർക്കസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുവാണ്. ഒരു പക്ഷേ ഒരു ഓർമ്മയൊക്കെ വന്ന് വലിയ കുട്ടികളൊക്കെ ആയതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് സർക്കസ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ഒട്ടും കുറച്ചില്ല, 400 രൂപയുടെ ടിക്കറ്റ് തന്നെ എടുത്തു ഏറ്റവും ഫ്രണ്ടിൽ. അപ്പോൾ ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഇപ്പം എംപോക്സും നിപ്പയും അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ സേഫ്റ്റി പ്രധാനമാണല്ലോ. മാസ്ക് ഒക്കെ ഇട്ടതേ നടക്കുകയാണ്. ശരിക്കുള്ള ആനിമൽസ് ഇല്ലെങ്കിലും ഇവിടെ മറ്റേ ഇങ്ങനത്തെ ആനിമൽസ് ഉണ്ട്. ലയൺ, കങ്കാരു. അകത്ത് കയറി നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഇതാണ് അവരുടെ ഒരു സ്റ്റേജ് പെർഫോം ചെയ്യുന്ന പ്ലേസ് കേട്ടോ. അങ്ങനെ സർക്കസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ
ഓർഡറിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഐറ്റം നിങ്ങൾ കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ ഈ ഒരു ചേട്ടൻ നിന്നിട്ട് പല 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 അഭ്യാസങ്ങൾ കാണിക്കായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും പല പല രാജ്യത്തെ ആൾക്കാരാണ് കേട്ടോ വന്ന് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാറ്റൊക്കെ വെച്ചിട്ട് ആൾ ഭയങ്കര രസമായിട്ടൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്തു. കുറേ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് അടുത്ത് വരുന്നത് ഒരു റഷ്യൻ സുന്ദരിയുടെ ഒരു ലൂപ്പിൽ വെച്ചിട്ടുള്ളൊരു സാധനം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ കണ്ടത് ഒരു ഭയങ്കര എന്താ പറയുക, കുറേ റിസ്ക്കി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇങ്ങനെ ഒരു ലാഡർ കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, ഈ കുട്ടി ആ ലാഡറിൻ്റെ ഏറ്റവും മുകളിൽ ഇതിങ്ങനെ പിടിച്ച് കുലുക്കി കുലുക്കി കയറിയിട്ട് കുറേ സംഭവങ്ങൾ കാണിക്കുന്നതായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ. സത്യം പറഞ്ഞാൽ ഇത്രയും കണ്ടപ്പോൾ ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇതിനകത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പെർഫോം ചെയ്യാനായിട്ട്, ആർട്ടിസ്റ്റുകൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മളൊരു സർക്കസ് കാണാൻ പോകുന്നത്. അപ്പോൾ പണ്ട് കണ്ട അതേ ഓർമ്മകളൊക്കെ തന്നെയാണ്. സർക്കസ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഭീകരമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയും കാര്യങ്ങളും നന്നായിട്ട് നമുക്ക് വരും. ഇൻ ബിറ്റ്വീൻ പോപ്കോണും ഐസ്ക്രീമും ഒക്കെ സെല് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ തന്നെയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇതൊക്കെ ശരിക്കും ഈ ഒരു പെർഫോമൻസ് ഒക്കെ ലൈവിൽ കാണാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ആൻഡ് കുറേ റിങ്സ് ഇട്ടിട്ട് ഈ ഒരു ഹൂല ലൂപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനങ്ങളെടുത്ത് ഹൂല ലൂപ്പ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര രസം തന്നെയായിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു ജെമിനി സർക്കസ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ എല്ലാ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരും കൺട്രിയിലുള്ള ആൾക്കാരും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ആൻഡ് അടുത്ത് നമ്മൾ ഈ കാണുന്നത് ആക്ച്വലി ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ ഓൾറെഡി അനൗൺസ് ചെയ്യുന്നുണ്ട് കുറച്ച് ഡേഞ്ചറസ് ആണെന്നുള്ളത്. പുള്ളി കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ വെളിയിലേക്ക് വന്നിട്ടൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പേടിയായി. പക്ഷേ വീണ് പോയാൽ അതൊരു വലിയ വീഴ്ചയായിരിക്കും. അങ്ങനത്തെ റിസ്ക് ഉള്ളൊരു ഐറ്റം ആയിരുന്നു. ഇത് ഭയങ്കര നല്ലതായിരുന്നു. എനിക്ക് കണ്ടതിൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു പെർഫോമൻസ് ആയിരുന്നു. നേപ്പാളിൽ നിന്ന് വന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു പെർഫോമൻസാണ്, ഒരു കണ്ടംപററി ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഈ കാണുന്നത് കേട്ടോ. മറ്റേ ഈ തുണിയിലിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് താഴേക്ക് വീഴുന്നത്, അതും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഈ കൊച്ചിലെ തൊട്ടേ കണ്ട് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിയിട്ട് ഓടി പോകുന്ന, ചാടി പോകുന്ന സാധനം. അപ്പോൾ അതായിരുന്നു നമ്മുടെ സർക്കസിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്.
അപ്പോൾ സൈക്കിളിൽ കുറേ പെർഫോമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ഡിവറ്റ് ഡാൻസ് പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഇവർ ഒരുപാട് നല്ല നല്ല മൂവ്സ് ചെയ്തു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ഇത് നേരിട്ട് കാണാൻ. കാര്യം ഇത്രയും അധികം മൂവ്മെൻറ്റ്സ് ഇവർ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് അത്രയും പ്രാക്ടീസ് മേക്ക് ഇറ്റ്സ് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഇതവർ ആക്ച്വലി വായിൽ മാത്രം ഒരു സാധനം വെച്ച് ഹോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ആക്ട് അവർ ചെയ്തത്. ഈ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളൊരു ഫയറിൻ്റെ ഒരു ഇതായിരുന്നു കേട്ടോ. ഈ ചേച്ചി ഇങ്ങനെ ഫയർ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന ആ ഒരു പുള്ളീനെ കണ്ടോ, പുള്ളി തീയൊക്കെ എടുത്തിട്ട് ഫുള്ള് ദേഹത്തൊക്കെ വെച്ച് ഇത് ചെയ്യായിരുന്നു. അപ്പോൾ ഇവർ ഈ പൊള്ളാതിരിക്കുന്നത് നമ്മൾ വേറെയും പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർ ഈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് എനിക്കറിയില്ല. വായിൻ്റെ അകത്തൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു കണ്ടോ. അങ്ങനെയൊക്കെ ചെയ്തു. എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം, മറ്റേ നമ്മുടെ ഊഞ്ഞാലിൽ ആടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന ആ ഒരു ഐറ്റം വന്നത്. അപ്പോൾ ഇത്രയും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ സർക്കസ് കഴിഞ്ഞു. 2 മണിക്കൂറായിരുന്നു. സോ ജെമിനി സർക്കസ് ട്രിവാൻഡ്രത്ത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇനി കാണാൻ പറ്റാത്തവർക്ക് ആക്ച്വലി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയി കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിലിരുന്നെങ്കിലും ജസ്റ്റ് ഒരു ഗ്ലിംസ് അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് എന്തൊക്കെയാണ്, പോയി കണ്ടിട്ടുള്ളവരുടെ അനുഭവം എന്താണ്, ഇതൊക്കെ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കമൻറ്റ്സിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തായാലും സർക്കസ് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എനിക്ക് കൊച്ചിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു സർക്കസിലൊക്കെ പോയി ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ രസകരമായ ഓർമ്മകളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.